ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡ് ബൈ സജ്നയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ലഡു എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ലഡു ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ കടലമാവ് മാത്രമാണ് കേട്ടോ. ഇത് മാത്രം മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലഡു ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ജസ്റ്റ് ഈ ബൂന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. കാരണം മധുരമായതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ അല്ല അതിനേക്കാളും കുറച്ച് കൂടുതലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ലഡുവിൻ്റെ ഒരു കളർ കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഏത് ഫുഡ് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. മഞ്ഞ കളറോ ചുവപ്പ് കളറോ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എപ്പോഴും മഞ്ഞൾപ്പൊടിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ലഡു ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ, കളർ മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കില്ല. നമ്മളിങ്ങനെ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ഒരുപാട് കട്ടിയാവരുത്, എന്നാൽ ഒരുപാട് വെള്ളം പോലെയും ആവരുത്. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാലും ലഡു നന്നാവില്ല, വെള്ളമായി കഴിഞ്ഞാലും ലഡു നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ഇതേപോലത്തെ ഒരു കട്ടിയിലുള്ള മിക്സാണ് നമുക്ക് വേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെ വരണം കേട്ടോ. നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒലിച്ചിട്ട് ഇറങ്ങണം. ഈ ഒരു കറക്റ്റ് പാകത്തിനുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് വേണ്ട ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ബൂന്തി ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ലഡുവിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബൂന്തി തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ബൂന്തി ആയിട്ട് എടുക്കാം. ഈ ഒരു കറക്റ്റ് പാകത്തിന് വേണം കേട്ടോ എടുക്കാനായിട്ട്. നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒട്ടും കട്ട ഉണ്ടാവരുത്. ഇനി കട്ട ഉണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ബൂന്തിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതേപോലത്തെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വട്ടമുള്ള പാൻ വെക്കാം കേട്ടോ. നമ്മളിതിങ്ങനെ ചുഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വട്ടമുള്ള അല്ലെങ്കിൽ കുറച്ച് നീളത്തിൽ വീതിയൊക്കെ ഉള്ള ഒരു പാത്രം എടുത്തിട്ട് വേണം നമ്മൾ ബൂന്തി ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇതേപോലത്തെ ഒരു കോരി എടുത്തിട്ട് ഇതേപോലെ വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കോരിയൊക്കെ എടുത്താൽ മതി. അതേപോലെ നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്ന ടൈമിൽ ഓയിൽ നല്ല ചൂട് വേണം കേട്ടോ. ചൂടായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതേപോലെ ഈ ഓൾസിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ചുറ്റി ഒഴിച്ചു കൊടുക്കാം. ഒരേ സൈഡിലേക്ക് മാത്രം ഒഴിക്കരുത്. ഞാനിവിടെ ബൂന്തി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഒത്തിരി ക്രിസ്പി ആവരുത്, എന്നാൽ ആവാതെ ഇരിക്കുകയും ചെയ്യരുത്. ഒത്തിരി ക്രിസ്പി ആയി കഴിഞ്ഞാൽ ലഡു ഭയങ്കരമായിട്ട് ഹാർഡായി പോവും. അതേപോലെ ഒത്തിരി ആവാതെ നിന്ന് കഴിഞ്ഞാൽ അത് ഒരുപാട് ഓയിലൊക്കെ കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കറക്റ്റ് പാകത്തിനെടുക്കുക. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഈ ഫ്രൈ ചെയ്തത് കറക്റ്റായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലഡു നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ വരുന്നത് ഈ ഫ്രൈ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളത് കോരി മാറ്റുന്ന ടൈമിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്ന മുമ്പായിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായിക്കണമെന്ന് ഒന്ന് നോക്കാം കേട്ടോ. കാരണം നമ്മൾ കുറച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ ഓയിലിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓയിൽ ചൂടായിട്ട് തന്നെ അടുത്തത് ഒഴിച്ച് കൊടുക്കാം. എങ്കിൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബൂന്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള മാവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ബൂന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 കപ്പ് വെച്ചിട്ട് ഏകദേശം ഒരു കുറച്ച് ചെറിയ ലഡു ആണെങ്കിൽ ഒരു 10-14 ലഡു ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ബൂന്തി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. എങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. നല്ലൊരു ലഡുവിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഏലക്കയുടെ പൊടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു 3 ഏലക്കായോ മറ്റോ ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് വേണ്ട കേട്ടോ, കുറച്ചൊരു തരി വേണം, എങ്കിലേ ലഡു കഴിക്കുമ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ഫൈനായിട്ട് വേണ്ട, ഇതേപോലെ കുറച്ചൊരു തരിയൊക്കെ ആയിട്ട് വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ലഡു ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് അപ്പോഴേക്കും ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ട് എടുക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടാണ് സിറപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതിലേക്ക് 1/2 കപ്പിന് കുറച്ച് താഴെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര ഉരുക്കിയിട്ട് നന്നായിട്ട് തന്നെ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഒരു നൂൽപ്പരുവ ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. നല്ല കട്ടിയാവരുത്, നല്ല ലൂസും ആവരുത്. ഒരു നൂൽപ്പരുവത്തിലാവുമ്പോൾ തന്നെ നിർത്തി വെക്കുക. അത്രയും മതി ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ. കൂട്ടി വെച്ചാൽ അത് കാരമലൈസ് ആയി പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. പഞ്ചസാര നൂൽപ്പരുവായി അപ്പോഴാണ് നെയ്യ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഈ നെയ്യ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുകിയിട്ട് വേണം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ലഡുവിലേക്ക് വേണ്ട ഷുഗർ സിറപ്പും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്യൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചൂട് തണയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ചൂട് തണയുകയാണെങ്കിൽ ഒന്നും കൂടി ഇത് കട്ടിയായിട്ട് പോകും കേട്ടോ സിറപ്പ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ വെക്കുന്ന ടൈമിൽ ഈ ബൂന്തിയിലേക്ക് ഈ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങി ചെന്നിട്ട് ലഡു നല്ല സോഫ്റ്റായിട്ടും നല്ല മധുരത്തിലും നല്ല ടേസ്റ്റിലൊക്കെ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കുറച്ചൊരു വെറ്റായിട്ട് വേണം ലഡു ഉണ്ടാവാൻ, എങ്കിലേ നമുക്കിത് ഉരുട്ടിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഞാനിവിടെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വെച്ചതാണ്. അപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇനി നമുക്ക് ലഡു ആയിട്ട് ഉരുട്ടിയെടുക്കാം. ലഡുവിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉണക്കമുന്തിരി നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും കൂടിയൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ച് വറുത്ത് കോരാം. അപ്പോൾ ഞാനിവിടെ ഉണക്കമുന്തിരി മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇനി നമുക്കിത് ലഡു ആയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എത്ര വലുപ്പത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള മാവ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒത്തിരി വലുപ്പത്തിലല്ല, കുറച്ചൊരു ചെറിയ ലഡുവാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു ഉണക്കമുന്തിരി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പുറത്താണ് ഉണക്കമുന്തിരി വെച്ച് കൊടുക്കുന്നത്, അത് കാണാനുള്ളൊരു ഭംഗിയൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഉള്ളിൽ വെച്ച് കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടും നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ അത് ഒരു ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള ലഡുവൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലഡു വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ എല്ലാ മാവും ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ട് ലഡു ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 കപ്പ് വെച്ചിട്ട് ഇതേപോലെ 14 ലഡുവാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ ഒരു വലിപ്പത്തിൽ 14 എണ്ണം. വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ട് നമുക്കിവിടെ ലഡു റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും സെയിം ടേസ്റ്റുമാണ്. ഭയങ്കര ഹെൽത്തിയാണ്. നമ്മൾ വീട്ടിലെല്ലാം ഉണ്ടാക്കുന്നതുകൊണ്ട് മക്കൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള കളറൊന്നും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അതേപോലെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണേ. താങ്ക് യു.